നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള നിഫ്റ്റി ലെവൽസ് ഒന്ന് നോക്കാം. അതിന് മുന്നേ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച എന്താ സംഭവിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി സപ്പോർട്ട് എടുക്കാനുള്ള ലെവൽസ് ഇതൊക്കെയാണ്. അതായത് ഇവിടെയുള്ളൊരു ഗ്യാപ്പ് ഫിൽ ചെയ്യണം, ഈ ലോ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ക അതുപോലെ തന്നെ നിഫ്റ്റി ആ ലെവലിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാക്കി ഹയർ ഹൈ ആയി ഇപ്പോൾ ക്ലോസ് വന്നിട്ടാണുള്ളത്. അപ്പോൾ സ്ട്രക്ചർ വൈസ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ ഹയർ ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സ്ട്രക്ചർ എന്താക്കി ഇവിടെ നിലവിൽ ഈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കണം, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ആഴ്ചത്തേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇവിടെ ഈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഈ ഹൈ, ഇതൊരു ബ്രേക്കിംഗ് സൈഡ് ലെവലാണ്. ഈ ബ്രേക്കിംഗ് സൈഡ് ലെവലിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി അടുത്ത ആഴ്ച എന്തായാലും ഈ ഹൈ ബ്രേക്ക് ചെയ്ത്, അതായത് കറണ്ട് ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ഇനിയല്ല നിഫ്റ്റി ഒരു റെസിസ്റ്റൻസായി, ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസായി ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത് തിരിച്ച് ഇവിടെ ഇന്നലെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് നിഫ്റ്റി സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാം. ഇങ്ങനെയും ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണേലും എൻ്റെ വ്യൂ എന്ന് പറയുന്നത് നിഫ്റ്റി അപ്സൈഡാണ്, അപ്സൈഡ് വ്യൂ ആണ്, ബുള്ളിഷ് വ്യൂ ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിന് റീസൺ വേറൊന്നുമല്ല, നിഫ്റ്റി ബാക്കിയുള്ള സെക്ടേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാവരും സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. ബാങ്കിങ് സെക്ടർ ആണെങ്കിലും IT സെക്ടർ ആണെങ്കിലും ഓട്ടോ സെക്ടർ ആണെങ്കിലും ഒക്കെ നല്ലൊരു ബുള്ളിഷ് റാലി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഓട്ടോ സെക്ടറും എനർജി സെക്ടറൊക്കെ നമുക്ക്, ബാങ്കിങ് സെക്ടറും നമുക്ക് ഒരു നല്ല സ്റ്റോക്കിനാണ്, നല്ല എൻട്രി കിട്ടാൻ ചാൻസ് ഉള്ള ടൈമാണെങ്കിൽ എല്ലാവരും സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഈ സെക്ടറിനകത്തുള്ള സ്റ്റോക്സ് കൂടി ഒന്ന് ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്ത് അനലൈസ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നാളെ നോക്കാനുള്ള മേജർ ലെവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് ടാർഗറ്റ് ലെവൽ. ആക്ച്വലി ടാർഗറ്റ് ലെവൽ അത് ബ്രേക്ക് ചെയ്യണം എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നോക്കാം നിഫ്റ്റി എന്താ ചെയ്യുന്നതെന്നില്ല, നമുക്ക് നോക്കാം. വീക്കിലി നിഫ്റ്റി അനലൈസ് ചെയ്യുവാണെങ്കിൽ നിഫ്റ്റി നിൽക്കുന്നത് പ്രീവിയസ് വീക്കിൻ്റെ അകത്തായിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. കണ്ടില്ലേ, പ്രീവിയസ് വീക്കിൻ്റെ അകത്താണ് നിഫ്റ്റി നിൽക്കുന്നത്. സ്ട്രക്ചർ വൈസ് ആണെങ്കിലും കാൻഡിൽസ് ഹയർ ഹൈ ക്ലോസ് ആണ്. അപ്പോൾ താഴോട്ട് വരുവാണെങ്കിൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ലെവൽ ഇത്. പിന്നെ റെസിസ്റ്റൻസ് ആവാനുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഇതൊരു ബ്രേക്കിംഗ് സൈഡ് ലെവൽ, അതായത് ഈ സ്വിങ്ങിൻ്റെ ഈ സ്വിങ്ങിൻ്റെ ഹൈ ആണിത്. ഈ സ്വിങ് ഹൈയിലുള്ള അല്ലെങ്കിൽ ലോസിലുള്ള ക്യാൻഡിൽസിനാണ് നമ്മൾ ബ്രേക്കിംഗ് സൈഡ് ക്യാൻഡിൽസ് എന്ന് പറയുക. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ ഓൾറെഡി ഈ മുകളിൽ നിന്ന് താഴേക്ക് വന്നപ്പോൾ മുന്നേ ഉണ്ടാക്കിയ ലോ, അതായത് ഇവിടെ സപ്പോർട്ട് എടുക്കാണ്ട് താഴേക്ക് ആ ലോയും ബ്രേക്ക് ചെയ്തിട്ടാണ് വീണിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഈ സപ്പോർട്ടിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നിഫ്റ്റി ഈ ഹൈ, ഈ ബ്രേക്കിംഗ് സൈഡ് ലെവൽ ബ്രേക്ക് ചെയ്ത് പോകും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ കൃത്യമായ എല്ലാ ലെവൽസും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആഴ്ചയിൽ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ലെവൽസ് ഷോർട്സ് ആയിട്ട് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യും.